കോട്ടപ്പടി പഞ്ചായത്തിലെ വനാന്തരത്തെ പ്രദേശങ്ങളിൽ വിലസുന്ന കാട്ടാനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി. കർഷകരുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയായതിനെ തുടർന്ന് ജനങ്ങളുടെ രോക്ഷം തണിപ്പിക്കുവാൻ വനപാലകർ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. കോട്ടപ്പടി പഞ്ചായത്തിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ വിലസുന്ന കാട്ടാനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. കണ്ണക്കട, കുർബാനപ്പാറ, കൈതപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാന തമ്പടിക്കുന്നത്. പകൽ സമയത്ത് പോലും ഈ ആന ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും കടന്നുകയറി വൻ നാശനഷ്ടമാണ് വരുത്തുന്നത്. വൻതോതിൽ കാർഷിക വിളകളും നശിപ്പിച്ചു. ആദ്യം രോഗബാധിതനായി കാണപ്പെട്ട ആന 10 ദിവസങ്ങളിലേറെയായി വനാതിർത്തിയിലുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ്. ആനയെ മയക്കുവടി വെച്ച് പിടികൂടി പ്രദേശത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യം നാട്ടുകാർ ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അധികാരികൾ അവഗണിക്കുകയായിരുന്നു. ജനപ്രതിനിധികൾ അധികൃതർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കോടനാട് റേഞ്ച് ഓഫീസർ ആർ അതീഷ് ഇന്ന് സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തിയത്. ആന മൂലമുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ റേഞ്ച് ഓഫീസറെ ധരിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥയിൽ അവർ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അക്രമാസക്തനായ ആനയെ പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. പ്രശ്നക്കാരനായ ആനയെ നീക്കം ചെയ്യണമെന്ന ആവശ്യത്തോട് റേഞ്ച് ഓഫീസറും ഒപ്പമുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരും അനുകൂലിച്ചു. നടപടിയെടുക്കേണ്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉടനടി റിപ്പോർട്ട് നൽകുമെന്ന് റേഞ്ച് ഓഫീസർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. അതുവരെ രാത്രിയും പകലും പ്രദേശത്ത് വനപാലകരെ നിരീക്ഷണത്തിനായി നിയോഗിക്കും. നാട്ടുകാർ ഉന്നയിച്ച മറ്റ് പ്രശ്നങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. ഈ ഒരു 2 ദിവസം നമ്മൾ അതിന് ഇവിടുന്ന് ഭയപ്പെടുത്തി, അത് ചില പ്രത്യേക മാർഗങ്ങളിൽ ഓടിപ്പിക്കാനുള്ള ഒരു ശ്രമം. അതേസമയം തന്നെ ഞങ്ങൾ ഇന്ന് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിലേക്ക് ഇതിന് ക്യാപ്ചർ ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കുക. തിരുവനന്തപുരത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. ആ പരാതിയുടെ ഇവിടുന്ന് പോയതാണ്. അതിൻ്റെ ഒരു എൻക്വയറി നടക്കുന്നത്. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വന്ന് കണ്ട്, ഞാനിപ്പോൾ വെറ്റിനറി സർജൻ ഉണ്ട് കോടനാട് നമ്മുടെ അഭയാരണ്യത്തിൽ, അതുപോലെ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു കൺസർവേഷൻ ബയോളജിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും കൂട്ടി സ്റ്റാഫിനെയും കൂട്ടി വന്ന് കൊടുക്കുന്ന റിപ്പോർട്ടല്ല, ഞാൻ അവിടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിന് യാതൊരു ഇതുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് തന്നെ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഒരു അടിയന്തരമായിട്ട് ക്യാപ്ചർ ചെയ്ത് മാറ്റണം എന്നുള്ള റിപ്പോർട്ട് എടുക്കും. പക്ഷേ നോർമലി അത് അധികാരം ഉള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡാണ്. റേഞ്ചർക്കോ DFO ഒന്നും അതിൻ്റെ ആ ഒരു റോളില്ല. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കും. അതിന് ജനപ്രതിനിധികളടക്കം കുറച്ച് മുൻകൈ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഓർഡർ വരും. അതിനെ ക്യാപ്ചർ ചെയ്ത് നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും. ആ ഒരു 2 ദിവസം 2-3 ദിവസം സമയം, ഒരു കാലം 2-3 നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എത്ര ദിവസം എന്നുള്ള. ആ ദിവസം പകൽ 5 പേര്, രാത്രി 5 പേര്, രാത്രി ഒരു വാഹനം അടക്കം. അതുപോലെ ഏത് സമയത്തും കോൺടാക്ട് നമ്പറിൻ്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചറുടെയും ഫോറസ്റ്റുടെയും RRTയുടെ ഒക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഏത് സമയത്തും വിളിക്കുക. 24 മണിക്കൂറും ആണ്. ഏതെങ്കിലും കാരണവശാലും വാഹനം ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാര്യം ഒരു ജൂറിസ്ഡിക്ഷൻ കുറച്ച് വലിയ ഏരിയയാണ്. എറണാകുളം കൊച്ചി തൊട്ട് വേട്ടാമ്പാറ അങ്ങ് അറ്റം വരെയുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇത്രയും കൈകാര്യം ചെയ്ത ഈ ഒരു സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റ് സ്റ്റേഷനിലുള്ള വാഹനമാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കുന്നത്. പെരുന്തോട് സ്റ്റേഷൻ, RRT, എൻ്റെ വണ്ടി, പിന്നെ DFO ADCFിൻ്റെ വണ്ടി. ഈ 4 വണ്ടികളാണ് ഇപ്പോൾ ഓടിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വാവേലിയിലും ഇത് തന്നെ ആന മുഴുവൻ നേരം നിൽക്കുകയാണ്. ഞങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല, ഞങ്ങൾ പരമാവധി എല്ലാവരെയും എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നുണ്ട്. സ്റ്റാഫൊക്കെ രാത്രിയും പകലും കഴിഞ്ഞ 2 കൊല്ലം 3 കൊല്ലമായിട്ട് രാത്രിയും പകലും ഇത് തന്നെയാണ് ജോലി. അപ്പോൾ ഞങ്ങളുടെ ഭാഗം എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാവും. അക്രമകാരിയായ ആന നിൽക്കുന്ന സ്ഥലം വനപാലകർ കണ്ടെത്തിയിരുന്നു. ആരോഗ്യം വീണ്ടെടുത്തതായാണ് സംഘത്തിലുണ്ടായിരുന്ന വെറ്റിനറി ഡോക്ടറുടെ വിലയിരുത്തൽ. കുർബാനപ്പാറയിൽ താമസിക്കുന്ന കുമാരൻ എന്ന കർഷകനാണ് ഈ ആനയുടെ ഏറ്റവും വലിയ ഇര. ഇദ്ദേഹത്തിന്റെ കമുക്, വാഴ, തെങ്ങ്, കൊക്കോ, പച്ചക്കറി കൃഷി, മത്സ്യകൃഷി, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവ മുഴുവനും തിന്നും ചവിട്ടിമെതിച്ചും നശിപ്പിച്ചിരിക്കുകയാണ്. ഈ കൃഷിയിടത്തിലെ വരുമാനമാണ് രോഗിയും കാഴ്ചപരിമിതിയുമുള്ള കുമാരന്റെ കുടുംബത്തിന്റെ ജീവിതമാർഗം. കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കൃഷിയുടമ കുമാരനും പൊതുപ്രവർത്തകനായ ജുവൽ ജൂഡിയും പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഈ ഇന്നലെ വരെ 11 ദിവസമായി ആന ഈ പറമ്പിൽ നിന്ന് കയറി പാർക്കുന്നു. ഫോറസ്റ്റുകാരെ വിളിച്ചാൽ അവർ വരും, ഒന്ന് ഓടിക്കുക, ആന കടന്നു പോകും. ഫോറസ്റ്റുകാർ കുടിക്കാത്ത കയറാതെ നോക്കാൻ ഒരു സംവിധാനം അവർക്കില്ല. ഇതുവരെ അവരൊന്നും ആരും ഒരു ടോർച്ചൊന്നും കാര്യം നടക്കില്ല. ഞാൻ ഈ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ ഈ 100ഓളം അടയ്ക്കാനാണ് ഇതിനകത്ത് ആനകൾക്ക് കാച്ചടയ്ക്കാനാണ് കളഞ്ഞത്. എൻ്റെ ജീവിത മാർഗ്ഗമാണ് ഇതിനകത്ത്. ആന കയറി വെയിൽ കളഞ്ഞോടി എൻ്റെ കൊക്കക്കായ ഉണ്ടായിരുന്നു പോയി. ഞാൻ ഇതുകൊണ്ടാണ് ഞാനും രോഗിയായ ഒരു ഭാര്യ ഇരിക്കും, അതുകൂടിയാണ് ജീവിക്കുന്നത്. രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ടതേ സാധനം. ഇതിന് അറിയാമായ ഒരു നഷ്ടപരിഹാരം എത്രയും പേരിൽ നിന്ന് കിട്ടണ്ടേ? അതുവരേക്ക് ഇപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ അയക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് നടപടി ഇതിനകത്ത് സ്വീകരിക്കാൻ പറ്റും? ഇനി ഞങ്ങൾ ഇതിനകത്ത് ഇറക്കി വിട്ടോട്ടെ. ഇത് പട്ടോള ഭൂമിയാണ്, ഞങ്ങൾ കരം തീർക്കുന്ന ഭൂമിയാണ്. ഈ കരം തീർക്കുന്ന ഭൂമിയിൽ ഈ കാശും ഈ ഉള്ള കാശും തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾ കടന്നു പോകും. എവിടെയെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയുടെ ഒരു പ്രയോജനം നമുക്ക് വേറെ കിട്ടില്ല. പുറത്തു പോയാലും നമുക്ക് മരിക്കുന്നവർ ജീവിക്കാമല്ലോ.
ഞാനിപ്പോൾ നിൽക്കുന്നത് കുർബാനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ഒരു 11 ദിവസത്തോളമായിട്ട് ഒരു പിടിയാന ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ ആനയ്ക്ക് എന്തോ ശാരീരിക പ്രശ്നമുണ്ടെന്നുള്ളതാണ് നിലവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റുകാരും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് പരിശോധിച്ചപ്പോൾ ആനയ്ക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. ആന പൂർണ്ണ ആരോഗ്യവാനം ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇവിടെ പ്രധാന പ്രശ്നം ഈ ആന ഈ ജനവാസ മേഖല വിട്ടു പോകുന്നില്ല. കഴിഞ്ഞ രാത്രികളിലെല്ലാം കോഴിക്കോട്, പട്ടിക്കൂട് ഉൾപ്പെടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും അടയ്ക്കാമരം, അതായത് കവുങ്ങ്, മറ്റ് കൃഷി സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഈ ആന ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഓടിച്ചു തുടങ്ങി. ഇപ്പൊ ഫോറസ്റ്റുകാർ തന്നെ ഇതിനെ പരിശോധിക്കാൻ വന്നപ്പോൾ ഫോറസ്റ്റുകാരെ വരെ ഈ ആന ഓടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയ്ക്ക് പ്രശ്നക്കാരനായ ഈ ഒരു പിടിയാനനെ നമ്മൾ ഈ ജനവാസ മേഖലയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണം എന്നുള്ള ആവശ്യമായിട്ടാണ് ജനങ്ങൾ ഇവിടെ നിന്ന് കൂടിയിട്ടുള്ളത്.